മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 8. ഈശോയോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ബെത്സേദാ കുളത്തിന് സമീപം രോഗബാധിതനായി തളർവാദ രോഗിയായി 38 വർഷം കിടന്ന ഒരു മനുഷ്യനോട് ഈശോ ചോദിച്ച ചോദ്യമാണ്. അവന് പറയാനുണ്ടായിരുന്നത്, വെള്ളം ഇളകുമ്പോൾ ആരും എന്നെ എടുക്കാനില്ല എന്നുള്ളത്. എന്നാൽ ഈ നിസ്സഹായ സാഹചര്യത്തിൽ അവിടെ ഈശോ കടന്നു വരികയാണ്. പ്രിയമുള്ള സഹോദരരെ, പലരും പറയാറുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞു, ഭർത്താവ് കൂടെയില്ല, മക്കള് കൂടെയില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല. ഈ പ്രശ്നമുള്ള ധാരാളം ആളുകൾ. അത് വേണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്. അല്ല, അതിനേക്കാൾ ഉപരി നമുക്ക് സാന്നിധ്യം നിന്നുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നവൻ മറ്റാരുമല്ല, ഈശോ മിശിഹ തന്നെയാണ്. എന്നെ ത്രൂ ആൻഡ് ത്രൂ അറിയുകയും എന്നെ മനസ്സിലാക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന എന്റെ ഈശോ എന്റെ കൂടെ ഉണ്ട് എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം മറ്റൊരു തരത്തിലും നമുക്ക് ലഭിക്കുവാൻ സാധ്യതയില്ല. ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ജപമാല ചെല്ലുമ്പോഴും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും കിട്ടുന്ന ആ വലിയ സാന്നിധ്യം, ആ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിന് മറ്റൊരവസരത്തിൽ ലഭിക്കുകയില്ല. ഈശോയാണ് നമ്മുടെ ഏറ്റവും വലിയ സാന്നിധ്യം, ഈശോയാണ് നമ്മുടെ രക്ഷകൻ എന്ന ബോധ്യം എപ്പോഴും നിലനിർത്തുവാൻ, ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കും. അതിനായി നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.